ഇന്ന് പകൽ നാട് നടുങ്ങിയത് കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലയുടെ വാർത്തയറിഞ്ഞാണ്. വ്യവസായിയായ വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും അതിക്രൂര കൊലപാതകത്തിൽ ദുരൂഹത ഏറെയുണ്ട്. 8 വർഷം മുൻപാണ് ഇവരുടെ മകൻ ഗൗതമിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ CBI അന്വേഷണം ആരംഭിച്ചതിനു പിന്നാലെയാണ് പിന്നെയും ദുരൂഹത ഏറ്റിയുള്ള ഇരട്ടക്കൊലപാതകം. ഇന്ന് രാവിലെ 8:45 വീട്ടുജോലിക്കാരി എത്തിയപ്പോഴാണ് ഇരട്ടക്കൊലപാതകം പുറം ലോകം അറിയുന്നത്. മുഖത്ത് കോടാലിക്ക് വെട്ടിയാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത് എന്ന് സ്ഥിരീകരണമുണ്ട്. വിവസ്ത്രമായ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നിലവിൽ ആരും കസ്റ്റഡിയിലില്ല എങ്കിലും പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചു എന്നാണ് പോലീസ് പറഞ്ഞത്. കോട്ടയം നഗരത്തിൽ നിന്നും കിലോമീറ്റർ മാത്രം അകലെയുള്ള തിരുവാതുക്കൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ശ്രീവത്സം എന്ന പേരുള്ള ഈ വലിയ വീട്ടിൽ വെച്ചാണ് ഇരട്ടക്കൊലപാതകം അരങ്ങേറിയത്. ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യ മീരയുമാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. രാവിലെ വീട്ടിലെത്തിയ വേലക്കാരിയാണ് സംഭവം ആദ്യം അറിയുന്നത്. അവർ ഉടൻ തന്നെ പുറത്തിറങ്ങി സമീപത്തെ കടക്കാരനോട് കാര്യം പറഞ്ഞു. അദ്ദേഹമാണ് കോട്ടയം വെസ്റ്റ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. പോലീസ് എത്തി വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് ഭാര്യയും ഭർത്താവും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തറിയുന്നത്. രണ്ടുപേരും മരിച്ചു കിടക്കുന്നതായിട്ട് വേലക്കാരി പറഞ്ഞെന്ന് പറഞ്ഞാണ് നാട്ടുകാർ അറിയിച്ചത്. അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ അകത്ത് ഇവിടുത്തെ വിജയകുമാർ ഷോറും അതുപോലെ തന്നെ വൈഫ് രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ട്. വീടും പരിസരവും അടുത്തറിയാവുന്ന വ്യക്തിയാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ കാണുന്ന മതിൽ ചാടിക്കടന്നാണ് പ്രതി അകത്തെത്തിയത്. തുടർന്ന് വാതിലിന് സമീപത്തെ ജനലിന്റെ ചില്ലുകൾ തകർത്ത് വാതിൽ തുറന്നു. അതിനുശേഷമായിരുന്നു കൊലപാതകം. ഈ വാതിലിന്റെ സമീപത്ത് നിന്ന് ഒരു അമ്മിക്കല്ലും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത്. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് വിജയകുമാറിന്റെയും ഭാര്യയുടെയും മുഖത്ത് ശക്തമായി അടിച്ചു. ഇതേ തുടർന്ന് മുഖം വികൃതമായി. വസ്ത്രങ്ങളില്ലാത്ത നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഒപ്പം ഈ വീടിന് സമീപത്ത് നിന്ന് ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. നമുക്ക് വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. പ്രതിയിലേക്ക് ഉടനെ തന്നെ നമ്മൾ എത്തിച്ചേരും. വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മർഡേഴ്സ് നടന്നിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത്. അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിന്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത്. ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കോടാലിയാണ്. ശ്രീവത്സം എന്ന് പറയുന്ന ഈ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു ഇതര സംസ്ഥാനക്കാരനെ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. നേരത്തെ വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ഈ പ്രതി കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. അതിൽ വലിയ വൈരാഗ്യം വിജയകുമാറിനോട് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രമുഖ വ്യവസായിയുടെയും ഭാര്യയുടെയും മരണത്തിൽ ദുരൂഹതകൾ ഏറെയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ മകൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം കഴിഞ്ഞ ദിവസം കോടതി പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെയാണ് ഈ ദമ്പതികളുടെ മരണം. വിജയകുമാറിന്റെയും ഭാര്യയുടെയും സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വിജിലൻസ് സംഘവും സംഭവ സ്ഥലത്തെത്തി. ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രതി ആരെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. കോട്ടയത്ത് നിന്ന് ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. തിരുവാതുക്കലിലെ ഈ അരും കൊലയും 2017 ജൂണിൽ മരിച്ച ഇവരുടെ മകൻ ഗൗതമിന്റെയും ദുരൂഹ മരണവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന സംശയം ഇപ്പോൾ ഉയരുകയാണ്. ഗൗതമിന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവായിരിക്കെയാണ് ഈ ഇരട്ട കൊലപാതകം നടന്നത് എന്ന് ശ്രദ്ധേയമാണ്.
ഗൗതമിന്റെ മരണം ദുരൂഹമെന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഗൗതമിന്റേത് കൊലപാതകമാണ് എന്ന് ബന്ധുക്കൾ വാദിക്കാൻ കാരണങ്ങൾ ഏറെയാണ്. എന്തൊക്കെയാണ് അതിലേക്ക് നയിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വളരെ വേഗമൊന്ന് പരിശോധിക്കാം. 2017 ഇങ്ങനെയൊരു മരണം നടന്നത്, മകന്റെ മരണം നടന്നത്. 2017 ജൂൺ 3 കാരിത്താസ് ആശുപത്രിയുടെ സമീപത്തെ റെയിൽവേ ട്രാക്കിലാണ് ഗൗതമിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ട്രെയിൻ തട്ടി മരിച്ചു എന്നതായിരുന്നു കേസ്. എങ്കിലും കഴുത്തിലും ശരീരത്തിലും ഉണ്ടായ മുറിവുകൾ അതാണ് സംശയത്തിന് വഴിവെച്ചത്. ആഴത്തിലുള്ള മുറിവുകളാണ് എന്നുള്ള റിപ്പോർട്ടുകൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗൗതമിന്റെ കാർ കിടന്ന ഇടത്ത് നിന്ന് 250 മീറ്ററോളം മാറി ആണ് മൃതദേഹം കിടന്നിരുന്നത് എന്നതാണ്. ദേഹമാസകലം മുറിവുകൾ ഉണ്ടായിരുന്നു. ഗൗതം എങ്ങനെയാണ് സ്വയം ട്രെയിനിന് മുന്നിലേക്ക് നടന്നെത്തി ചാടി ആത്മഹത്യ ചെയ്യാൻ വരുന്നത് എന്ന സംശയം, അതാണ് അന്ന് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ട്രെയിൻ തട്ടിയാണ് മരണം എന്ന പരാമർശം ഉണ്ടായിരുന്നില്ല. മൃതദേഹം കാണപ്പെട്ടതിന് സമീപത്ത് നിർത്തിയിട്ട കാറിൽ നിറയെ രക്തം തളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. കാറിന്റെ പിൻസീറ്റിലും മുൻസീറ്റിലും ഒക്കെ രക്തമുണ്ടായിരുന്നു എന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. തലേ ദിവസം സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിച്ചു, വീട്ടുകാരുമായി നന്നായി ഇടപെടുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു ആത്മഹത്യ എന്നൊരു ചിന്ത അതെങ്ങനെ വരും എന്ന ചോദ്യം അവിടെ സ്വാഭാവികമായി ഉയരും. അമ്മയെ വിളിച്ച് ഭക്ഷണം വാങ്ങിക്കണോ എന്ന ചോദ്യവും ഗൗതം ചോദിച്ചിരുന്നു. രാവിലെ 8 മണിയോടെയാണ് ഗൗതമിനെ കാണാതായത്. അപ്പോൾ ഇത്തരം സംശയങ്ങളെല്ലാം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ചും പോലീസും കേരള പോലീസും ഒക്കെ അന്വേഷിച്ചിട്ടും ഇത് ഒരു ആത്മഹത്യ എന്ന തരത്തിലേക്ക് അവർ കേസിനെ എഴുതി തള്ളുമ്പോൾ അച്ഛൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ കോടതിയാണ്, കൗസർ എടപ്പകത്ത് എന്ന ജഡ്ജിയാണ് ഇതിൽ CBI അന്വേഷണം വേണം എന്ന കാര്യം പറഞ്ഞത്. അങ്ങനെ അതിൽ ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരിയിലാണ്, 2 മാസം മുൻപാണ് CBI അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. അതിൻ്റെ ആ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാത്രം ഇങ്ങനെ ഒരു ദാരുണാന്ത്യം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ, അതിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുമ്പോൾ, അത് രണ്ടും കൂട്ടിവെച്ചുകൊണ്ട് വായിക്കുക. അത്തരം അന്വേഷണം വേണമെന്നതാണ് ഇപ്പോൾ ടി അസഫ് അലി കൂടി ചൂണ്ടിക്കാണിക്കുന്നത്. അസഫ് അലിയാണ് വിജയകുമാറിന് വേണ്ടി അന്ന് കോടതിയിൽ ഹാജരായത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും പിന്നാമ്പുറ കഥകളും അറിയാമെന്നുള്ളത് കൊണ്ട് കൂടിയാണ് അദ്ദേഹം ഇന്ന് 24 ആ പ്രതികരണം നടത്തിയതും. അന്ന് കോടതി പറഞ്ഞ കാര്യം, ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് ചില സാഹചര്യ തെളിവുകളൊന്നും പോലീസ് പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ പരിശോധിക്കേണ്ടതാണ് എന്നതാണ് കോടതി പറഞ്ഞത്. അങ്ങനെയാണ് CBI അന്വേഷണത്തിലേക്ക് പോകുന്നത്. CBI ആകട്ടെ തുടക്കത്തിൽ ഇത് ഇത്രയും കാലം മുൻപ് നടന്ന ഒരു മരണമായതുകൊണ്ട് അതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും അവർ കേസ് അന്വേഷണം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്.